വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഞാൻ പടവലങ്ങ കൊണ്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ തോലൊക്കെ കളയേണ്ടതുണ്ട്. തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഒരുപാട് കട്ടി കുറച്ചുമല്ല, എന്നാൽ ഒരുപാട് കട്ടി കൂട്ടുകയും ചെയ്ത് ഒരു മീഡിയം പരുവത്തിൽ ഇതുപോലെ മുഴുവൻ കട്ട് ചെയ്തെടുക്കണം. പടവലം മുഴുവൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തൊരു സവോള എടുത്ത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. സവോള കട്ട് ചെയ്ത് മാറ്റി ഇനി ഒരു 3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. വീട്ടിൽ തന്നെ പിടിച്ച പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ നട്ടോട് കൂടി ഇടുന്നത്. ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ പടവലം കറി വയ്ക്കാനായിട്ട് തുടങ്ങാം. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങി. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോള ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പില. നന്നായിട്ട് വഴറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. സവോള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലം ഇട്ട് കൊടുക്കാം. പടവലം എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി വരണം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതായിട്ട് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം, 1 ടേബിൾ സ്പൂൺ വെള്ളം
കൂടെ ഒഴിച്ച് ചെറു തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ചെറു തീയിലാണ് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് അടച്ച് വയ്ക്കുകയാണ്, വെന്ത് വയ്ക്കാൻ. അപ്പോൾ പടവലം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ബൗള് തേങ്ങ ചിരകിയത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങയുടെ ആ ഒരു പച്ചപ്പ് ഒന്ന് മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ പടവലം തേങ്ങാപ്പീര കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.